കേട്ടറ്റ് 2 സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സാണിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കേട്ടൻ്റെ എക്സാമിങ് അടുത്തെത്താറായി. സിലബസ് അനുസരിച്ച് പഠിക്കേണ്ട സമയമാണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോക്കാൻ പോകുന്നത് ശിലായുഗവും കൃഷിയുടെ ആരംഭവും. കേട്ടറ്റ് 2 സോഷ്യൽ സയൻസിലെ സിലബസിലുള്ള ആദ്യത്തെ ടോപ്പിക്കാണിത്. ആദ്യമായി നമുക്ക് മനുഷ്യ ഫോസിലുകൾ എന്താണെന്ന് നോക്കാം. മനുഷ്യ ഫോസിലുകൾ എന്ന് വെച്ചാൽ ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ. മനുഷ്യ ഫോസിലുകൾ എന്ന് പറയുന്നത് ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മെ അറിയാൻ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സാണ് മനുഷ്യ ഫോസിലുകൾ എന്ന് പറയുന്നത്. ഇനി ചാൾസ് ഡാർവിൻ. ആരായിരുന്നു ചാൾസ് ഡാർവിൻ മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ചാൾസ് ഡാർവിൻ. അദ്ദേഹം ആ പ്രക്രിയയ്ക്കൊരു പേര് നൽകിയായിരുന്നു, പരിണാമം എന്നാണ് പറയുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഏത് ഗ്രന്ഥത്തിലാണ് ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്? ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അത് പ്രസിദ്ധീകരിച്ചത് 1859 അപ്പോൾ ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ചാൾസ് ഡാർവിൻ. അദ്ദേഹം ആ പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണ് പരിണാമം. അദ്ദേഹം പ്രസിദ്ധീകരിച്ച 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യപരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. ഇനി നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റാണ് ഫോസിലുകൾ. നമ്മൾ ആദ്യം പറഞ്ഞു മനുഷ്യ ഫോസിലുകളെ കുറിച്ച്. ഇനി ഫോസിലുകൾ എന്താണെന്ന് നമുക്ക് ചോദ്യമായിട്ട് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഫോസിലുകൾ. പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഫോസിലുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫോസിലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളെയാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു മനുഷ്യ ഫോസിലുകൾ. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന സ്രോതസ്സാണ് മനുഷ്യ ഫോസിലുകളെങ്കിൽ മൊത്തത്തിൽ സസ്യങ്ങളെക്കുറിച്ച്, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകളായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. ഇനി ഇതെവിടെയാണ് നമ്മൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പറയുന്നത്? പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്ത്? ഫോസിലുകളായിട്ട് കണക്കാക്കുന്നത്. റീഡിംഗ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ റീഡിംഗ് സെക്ഷനായിട്ട് കൊടുത്തിട്ടതാണ് ചാൾസ് ഡാർവിനെ കുറിച്ച് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് ആരുടെ ഗ്രന്ഥമായിരുന്നു? ചാൾസ് ഡാർവിൻ്റേതാണ്. അത് പ്രസിദ്ധീകരിച്ച വർഷം എന്നായിരുന്നു? 1859. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് പോയിന്റ് മാത്രമേ ഇപ്പോൾ നോക്കിയുള്ളൂ. ഫോസിലുകൾ എന്ന് പറയുന്നത് പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളെയാണ് ഫോസിലുകൾ എന്നറിയപ്പെടുന്നത്. മനുഷ്യ ഫോസിലുകൾ എന്ന് പറയുന്ന ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സാണ് മനുഷ്യ ഫോസിലുകൾ. അടുത്തായിട്ട് പഠിച്ച പോയിന്റ് ഏതായിരുന്നു? ചാൾസ് ഡാർവിൻ ആണ് മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച വ്യക്തി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്നറിയപ്പെടുന്നത്. അത് പ്രസിദ്ധീകരിച്ച വർഷമാണ് 1859. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് മനുഷ്യരുടെ പൂർവികർ. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട് പഠിക്കേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യമാണ് ആദിമ മനുഷ്യ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്ക് വർഷങ്ങൾക്ക് മുമ്പാണെന്നുള്ള കാര്യം. ഇനി ഈ മനുഷ്യരുടെ പരിണാമം ആരംഭിക്കുന്നത് എന്തിൽ നിന്നാണ്? സസ്തനികളുടെ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ്. അപ്പം മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് ഏതിൽ നിന്നാണ്? സസ്തനികളുടെ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ്. ഇനി അതിൽ നിന്നുള്ള വിഭാഗങ്ങളാണ് നമ്മൾ പ്രധാനപ്പെട്ട് നോക്കേണ്ട കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ഹോമിനിഡുകൾ. അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹോമിനോയിഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കാലിൽ നടക്കുന്ന ജീവികളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ഹോമിനോയിഡുകൾ എന്നറിയപ്പെടുന്നത്. എങ്കിൽ 2 കാലിൽ, ഇരുകാലിൽ നടത്തമുള്ളവരെയാണ് എന്തെന്നറിയപ്പെടുക? ഹോമിനിഡുകൾ എന്ന് അറിയപ്പെടുന്നത്. വളരെ കുറച്ച് വ്യത്യാസം മാത്രമുള്ള വാക്കുകൾ തമ്മിൽ എന്തൊക്കെയാണ്? ഹോമിനോയിഡുകളെന്നും ഹോമിനിഡുകളെന്നും. ഹോമിനോയിഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 4 കാലിൽ നടക്കുന്നവരെയാണ് ഹോമിനോയിഡുകൾ എന്നറിയപ്പെടുന്നത്. ഹോമിനിഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുകാലിൽ നടക്കുന്നവരാണ്. ഈ ഹോമിനിഡുകളെ തമ്മിൽ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആസ്ട്രലോപിത്തേക്കസ് എന്നും
ഹോമോ എന്നും. ഹോമിനിഡുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ആസ്ട്രലോപിത്തേക്കസ് എന്നും ഹോമോ എന്നും. ഈ ഹോമോയെ തന്നെ മൂന്നായിട്ട് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. ഇതെല്ലാം നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സ് ആണ്. ഹോമിനിഡുകളുടെ രണ്ട് വിഭാഗമാണ് ആസ്ട്രലോപിത്തേക്കസും ഹോമോ എന്നറിയപ്പെടുന്നത്. ഹോമോയെ വീണ്ടും മൂന്നായി തിരിച്ചിട്ടുണ്ട്, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസ് എല്ലാവർക്കും പരിചിതമുള്ളതായിരിക്കും. ഇനി എന്താണ് ഈ ഹോമോ ഹാബിലസ് എന്നറിയപ്പെടുന്നത്? ഹോമോ ഹാബിലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകരണ നിർമ്മാതാക്കളാണ് എന്ത് ഹോമോ ഹാബിലസ് എന്നറിയപ്പെടുന്നത്. ഇനി ഹോമോ ഇറക്റ്റസോ? ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ നിവർന്ന് നിൽക്കുന്ന മനുഷ്യരെയാണ് ഹോമോ ഇറക്റ്റസ്. അതേപോലെ ഹോമോ സാപ്പിയൻസ് ബുദ്ധിയുള്ള മനുഷ്യ ശിലായുഗത്തിലുള്ളവരാണെന്ത് ഹോമോ സാപ്പിയൻസ്. അതായത് ഇപ്പോഴത്തുള്ള ഹ്യൂമൻ ബീയിങ്സിനെ നമ്മൾ ഏതിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്? ഹോമോ സാപ്പിയൻസിൽ നിന്നാണ്. അപ്പോൾ പ്രമേറ്റുകളുടെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഏത്? ഹോമിനോയിഡുകളും ഹോമിനിഡുകളും. ഹോമിനോയിഡുകൾ എന്ന് വെച്ചാൽ 4 കാലിൽ നടത്തമുള്ളവരായിരുന്നു. ഹോമിനിഡുകളാണ് ഇരുകാലിൽ നടന്നുകൊണ്ടിരുന്നത്. അവരെ തമ്മിൽ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്, ആസ്ട്രലോപിത്തേക്കസ് എന്നും ഹോമോ എന്നും. ഈ ഹോമോയിൽ നിന്ന് ഉള്ള 3 വിഭാഗങ്ങളാണ് ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. നമ്മൾ ഇത്രയും നേരം നോക്കിയ പോയിന്റ് ആദിമ മനുഷ്യരെ കുറിച്ചുള്ള പോയിന്റ്സുകളാണ്. ഇനി അടുത്തായിട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റും അതേപോലെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പ്രധാന പോയിന്റുമാണ് ഇത് ശിലായുഗത്തെ കുറിച്ചുള്ളത്. ശിലായുഗത്തെ പ്രധാനമായിട്ടും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്, പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അപ്പൊ ശിലായുഗത്തെ പ്രധാനമായിട്ട് എത്രയായിട്ടാണ് തിരിച്ചിട്ടുള്ളത്? 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്, പ്രാചീന ശിലായുഗമെന്നും മധ്യശിലായുഗമെന്നും അതേപോലെ നവീന ശിലായുഗമെന്നും. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. പ്രാചീന ശിലായുഗം നമ്മൾ ടെക്സ്റ്റിൽ തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രാചീന ശിലായുഗം ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് കല്ലുകൾ കൂർത്ത മുനകളോട് കൂടിയതൊക്കെയാണ്. ഇനി അതിൻ്റെ അകത്ത് പോയിന്റുകളായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രാചീന ശിലായുഗത്തിൻ്റെ ആദ്യ ഘട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രാചീന ശിലായുഗമാണ്. അപ്പോൾ ശിലായുഗത്തിൻ്റെ ആദ്യ ഘട്ടമായിട്ട് അറിയപ്പെടുന്നതാണ് പ്രാചീന ശിലായുഗം. അതേപോലെ പരുക്കൻ കല്ലുകൾ കൊണ്ടാണ് ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അതേപോലെ തന്നെ ശേഖരണവും വേട്ടയാടലും എല്ലാമായിരുന്നു അക്കാലത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗം എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രാചീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റാണ് എന്ത്? ശിലായുഗത്തിലെ ആദ്യ ഘട്ടം എന്നറിയപ്പെടുന്നതാണ് പ്രാചീന ശിലായുഗം. അതേപോലെ അവർ ഉപകരണങ്ങൾ ഉണ്ടാക്കിയത് എന്തുകൊണ്ടായിരുന്നു? പരുക്കൻ കല്ലുകൾ കൊണ്ടാണ് അവർ ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അതേപോലെ അവരുടെ ഉപജീവന മാർഗം എന്തായിരുന്നു? ശേഖരണവും വേട്ടയാടലുമായിരുന്നു. അടുത്തതാണ് മധ്യശിലായുഗം. മധ്യശിലായുഗത്തിലെ പിക്ചറിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തേലെ പരുക്കൻ കല്ലുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇനി ഇതിലാണെങ്കിലോ സൂക്ഷ്മശിലാ ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യങ്ങളും അവർ ഭക്ഷണമാക്കി. അതേപോലെ മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി മാറ്റി. ഇനി അവരുടെ ഉപകരണങ്ങളുണ്ടായി കല്ലുകൾ കൊണ്ട് കൂർത്ത മുനകളോട് കൂടിയതാണ്. ആദ്യത്തേതിൽ പ്രാചീന ശിലായുഗത്തിൽ എങ്ങനെയായിരുന്നു? പരുക്കൻ കല്ലുകളോട് കൂടിയതായിരുന്നു. ഇതിൽ സൂക്ഷ്മശിലാ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത്. അതേപോലെ ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവുമെല്ലാം അവർ ഭക്ഷണമാക്കി. മൃഗത്തോലും മരത്തോലും ഇലകളുമെല്ലാം അവർ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചു. നവീന ശിലായുഗം. നവീന ശിലായുഗത്തിലെ 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അവർ കൃഷി ആരംഭിച്ചത് ഏത് ശിലായുഗത്തിലാണ്? നവീന ശിലായുഗത്തിലാണ്. അതേപോലെ കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തത് ഏത് ശിലായുഗത്തിലാണ്? നവീന ശിലായുഗത്തിലാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട് നോക്കിയ 3 പോയിന്റുകളാണ് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, അതേപോലെ നവീന ശിലായുഗം. ആ പിക്ചർ ഓർത്താൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തേൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്.
ആദ്യത്തെ ഘട്ടം എന്നറിയപ്പെടുന്നതാണ് പ്രാചീന ശിലായുഗം. അതേപോലെ പരുക്കൻ കല്ലുകളാണ് അവർ ആഹാരം ശേഖരിക്കലും വേട്ടയാടലുമായിരുന്നു പ്രാചീന ശിലായുഗത്തിലെങ്കിൽ മധ്യശിലായുഗത്തിൽ അവർ ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവുമെല്ലാം അവർ ഭക്ഷണമാക്കി. അതേപോലെ മൃഗത്തോലും മരത്തോലും ഇലകളും എല്ലാം വസ്ത്രങ്ങളാക്കി മാറ്റി. നവീന ശിലായുഗത്തിലായപ്പോഴേക്കും കൃഷി ആരംഭിച്ചു. അതേപോലെ ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്ത ഏത് കാലഘട്ടത്തിലാണ്? നവീന ശിലായുഗത്തിലാണ്. അടുത്തതായി ഒത്തിരി തവണ ആവർത്തിച്ച ഒരു ചോദ്യമാണ് ഭിംബേട്ക. അത് ഏത് സ്ഥലത്തുള്ളതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഭിംബേട്ക. ഏതാണ്? മധ്യപ്രദേശിലാണ് ഭിംബേട്ക ഉള്ളത്. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണേത്? മധ്യപ്രദേശിലെ ഭിംബേട്ക. അടുത്തതായി നമ്മുടെ സിലബസിൽ പറഞ്ഞൊരു പോയിന്റാണ് കൃഷിയുടെ ആരംഭം. കൃഷി ആരംഭിച്ചത് ഏത് ശിലായുഗത്തിലാണ്? നവീന ശിലായുഗത്തിലാണെന്ന് നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു. ഇനി കൃഷി അവർ ആരംഭിച്ചതോടുകൂടി അവർക്ക് കൃഷിവാസ സ്ഥലങ്ങളിൽ സ്ഥിരതാമസമാക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ മനുഷ്യരുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹ്യ ജീവിതം തുടക്കം കുറിക്കുകയും ചെയ്തു. അതേപോലെ അവരാദ്യമേ പറഞ്ഞു വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. അവരുടെ കൃഷി സ്ഥലങ്ങൾക്ക് അടുത്ത് തന്നെ അവർ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ അതെന്തായിട്ട് മാറി? ഗ്രാമങ്ങളായിട്ടും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളായിട്ട് വികാസം പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിലെ ആദ്യത്തെ സെക്ഷനായിട്ട് വന്നിട്ട് നമ്മുടെ സിലബസിൽ ആദ്യത്തെ പോയിന്റ് ആയിരുന്നു ശിലായുഗവും കൃഷി ആരംഭം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ കുറച്ച് പോർഷൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഏതൊക്കെയായിരുന്നു? ആദിമ മനുഷ്യരെക്കുറിച്ചുള്ളതും ഫോസിലുകളെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ അടുത്ത പോയിന്റ് ആയിട്ടുള്ള പ്രൈമേറ്റുകളെക്കുറിച്ച് പറഞ്ഞു. ശിലായുഗത്തിലെ കുറിച്ച് 3 ശിലായുഗങ്ങളാണുള്ളത്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അവയുടെ ഓരോ പ്രത്യേകതകൾ നമ്മൾ നോക്കി. അതേപോലെ ഭിംബേട്ക, കൃഷിയുടെ ആരംഭം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് നമ്മുടെ സിലബസിലുള്ള അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്